സെമിനാരിയിൽ ഒരാഴ്ചത്തെ ഓണാവധിയാണ്. ബ്രദേഴ്സൊക്കെ ഓണം ആഘോഷിക്കാൻ അവരവരുടെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞു. മനുഷ്യ സാന്നിധ്യമുണ്ടായിരുന്ന ഇടങ്ങളൊക്കെ താൽക്കാലികമായാണെങ്കിലും പൊടുന്നനെ വിജനമായി. ചാപ്പലിൽ നിന്ന് മുഴങ്ങിയിരുന്ന ഉച്ചത്തിലുള്ള യാമപ്രാർത്ഥനകളുടെ ശബ്ദമില്ല. ഭക്ഷണമുറിയിലെ പൊട്ടിച്ചിരികളുമില്ല. ക്ലാസ് മുറിയിലെ ഒച്ചയനക്കങ്ങളും കോർട്ടിലെ ആരവങ്ങളും സമയസൂചികയായിരുന്ന മണിയടി ശബ്ദങ്ങളുമില്ല. ഡോർമെട്രിയിലെ കൂർക്കം വലികളും വരാന്തയിലെ ഓട്ടപ്പാച്ചിലുകളും പാദപതനങ്ങളുമൊക്കെ ഓണാവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഊരിവെച്ച പാദരക്ഷകൾ ഉടമസ്ഥരെ കാത്തിരിക്കുന്നു. അടുക്കളയും അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ചിക്കവും ബ്രൗണിയും മാത്രം അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കറമ്പൻ വെളുമ്പൻ ഷാർക്കുകൾ നീന്തിക്കൊണ്ടുമിരിക്കുന്നു. വെള്ളരിപ്രാവുകൾ പതിവ് ധ്യാനത്തിൽ തന്നെ തുടരുന്നു. കാറ്റ് വീശുന്നുണ്ട്, കരിയിലുകൾ പൊഴിയുന്നുണ്ട്, മൂപ്പത്താത്ത മച്ചിങ്ങകൾ താഴേക്കുതിരാൻ കാത്തു നിൽക്കുന്നുമുണ്ട്. അണ്ണാർക്കണ്ണനും ഭൂമിയുടെ മറ്റ് അവകാശികളും നിർബാധം വിഹരിക്കുന്നുമുണ്ട്. ഇതൊക്കെയുണ്ടെങ്കിലും പക്ഷെ സെമിനാരിക്കൊരു കുറവുണ്ട്. അത് ഇവിടെയുള്ള മനുഷ്യരുടെ കുറവാണ്. സത്യം പറഞ്ഞാൽ ഈ സെമിനാരിയുടെ ജീവൻ അവരായിരുന്നു. സെമിനാരി മാത്രമല്ല, ഏത് വീടും ജീവനുള്ളതാകുന്നത് അവിടെയുള്ള മനുഷ്യരും അവരുടെ സ്നേഹവും കാരണമാണ്. മനുഷ്യരില്ലാത്ത വീട് മരിച്ചതിന് തുല്യമാണ്. ഒന്നാലോചിച്ചാൽ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഹൃദയങ്ങളും അങ്ങനെ തന്നെ. ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ ഇറക്കിവിട്ട മനുഷ്യർക്കെല്ലാം മടങ്ങിയെത്താനുള്ള അവസരമാകട്ടെ ഈ ഓണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.